ഇന്ന് നമ്മൾ കുക്കറിൽ ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും ഇതിന് കോമ്പിനേഷനായിട്ട് ഒരു അടിപൊളി തേങ്ങ നിരക്കാതെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇതിൽ നമ്മൾ തേങ്ങ അരച്ചിട്ടില്ല. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനിതാ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ വാങ്ങിക്കൊടുന്നതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് വാർന്ന് പോകണം, എന്നാലാണ് നമ്മൾ ഇതിലേക്ക് മസാല തേക്കുമ്പോൾ പിടിക്കുകയുള്ളൂ. അതിലേക്ക് പിന്നെ ഞാനതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി തന്നെയാണ്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് 2 കിലോ ചിക്കൻ ഉണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ തൈരോ ചെറുനാരങ്ങ നീരോ ഇല്ലെങ്കിൽ വിനാഗിരി എന്താണെങ്കിലും 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കും. ഇപ്പോൾ ഞാൻ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ തൈരോ വിനാഗിരിയൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും, അതിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാനവിടെ ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും, ചിക്കനിലേക്ക് മസാല ഒന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ചിക്കൻ നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുക്കുക. നമ്മളിത് ഒരുപാട് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത്, കുറച്ച് എണ്ണ തന്നെ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ 5 മിനിറ്റ് അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ, ഒരു പൊട്ട് പോലും എണ്ണ കുടിക്കില്ല. നമ്മൾ ഒഴിച്ച എണ്ണ ഈ എണ്ണ തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യവും ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യത്തെ ബാച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട്, ഉണ്ടാക്കാത്തവരാണെങ്കിൽ. അപ്പോൾ അതാ ചിക്കൻ മുഴുവനായിട്ടും ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് അതേ എണ്ണയിലേക്ക് തന്നെയാണ് 3 വലിയ ഉള്ളി കനല്ലാതെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടി അതിനനുസരിച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴന്ന് ഒന്ന് സോഫ്റ്റായി കിട്ടണം. ഞാനിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. കരിയാതെ ഇളക്കി കൊടുത്തിട്ടൊന്ന് സോഫ്റ്റായി ഇരിക്കുക. അപ്പോൾ ഉള്ളി ഇതാ നന്നായിട്ട് വഴന്ന് സോഫ്റ്റായിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം പാടെ അരച്ച പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല. നമ്മൾ പൊടികളായിട്ട് ഇത്രയും മാത്രം തന്നെ ഇട്ട് കൊടുക്കുള്ളൂ. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന എല്ലാ മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ, എന്തൊരു മണമാണ് ഈ ചിക്കനും ചിക്കൻ കറിയും. നമ്മുടെ ചിക്കന് പകുതി വെന്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ മസാലയിൽ മുഴുവനായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കണം കേട്ടോ. ഇപ്പോൾ മിക്സാക്കണമെന്ന് ഞാൻ ഇതിൽ ഒരുപാട് കാണിച്ചിട്ടില്ല. നല്ലോണം മിക്സാക്കിയതിന് ശേഷം ഇനിയാണ് നമ്മളിതിലേക്ക് തക്കാളി ഇടുന്നത്. ഞാനൊരു മീഡിയം സൈസ് തക്കാളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. നോക്കിയപ്പോൾ ഉപ്പില്ല കേട്ടോ, കുറച്ച് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് മുളക് ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മസാല ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ 2 കിലോ ചിക്കൻ്റെ ഇറച്ചിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര മസാല എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതിയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തതിൻ്റെ ഒക്കെ പകുതി നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ. ഇനി പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ചാറ് പച്ചവെള്ളം ചുവയ്ക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. ഞാനിതിലൊരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നെയ്ച്ചോറിന് വേണ്ടി ഉണ്ടാക്കണതല്ല, അപ്പോൾ ഒരുപാട് വെള്ളം പോലെ ഒന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ചാറ് പോലെ ഒരുപാട് കുറച്ച് കൂടുതൽ വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂട്ടി കൊടുത്താൽ മതി.
ഇനി ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാനവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് ചോറ് വെക്കാനുള്ള അരി ഒന്ന് വെള്ളമൊഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. 1 കിലോ ജീരകശാല അരിയാണ് കേട്ടോ, 4 കപ്പ് അരിയാണ്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കത് വെള്ളമൊഴിച്ചിട്ട് ഒരു അരമണിക്കൂറോടെ കുതിരാൻ വേണ്ടി വെക്കണം. ഇനി നമുക്ക് ചോറ് വെക്കാൻ തുടങ്ങാം. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കുക്കർ നന്നായി ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൽ ഇട്ട് കൊടുക്കുന്ന 2 തുണ്ട് പട്ട, 4 ഏലക്ക, അതുപോലെ തന്നെ 4 ഗ്രാമ്പു. ഇതെല്ലാം പാടെ പൊട്ടി നന്നായിട്ടൊന്ന് ഫ്ലേവർ വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു പകുതി ഉള്ളിയാണ് കേട്ടോ, ഒരു വലിയ ഉള്ളിൻ്റെ പകുതിയാണ്. ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ അത് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് അപ്പോൾ ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം പാടെ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട 1 ടീസ്പൂൺ. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കേണ്ട. അതിൻ്റെ പച്ചമണം നല്ലപോലെ മാറിയതിന് ശേഷം നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് 6 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചോറിന് ആവശ്യമായിട്ടുള്ള ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിൽ ഉപ്പൊന്ന് മുന്തി നിൽക്കണം, അപ്പോഴാണ് ചോറിലുണ്ടാവുള്ളൂ. ഇനി ഞാനവിടെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ എന്തായെന്ന് നോക്കാം. ഞാനത് നിങ്ങൾക്ക് റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചത് കേട്ടോ. ഞാനത് ഒരടുപ്പിൽ ചിക്കനും ഒരടുപ്പിൽ ചോറും അങ്ങനെ രണ്ടും ഒപ്പമാണ് വെച്ചിരിക്കുന്നത്. 10 മിനിറ്റ് പോലും വേണ്ട നമുക്കിത് ഒന്നിച്ചിട്ട് വെച്ചുണ്ടാക്കുമ്പോൾ. അപ്പോൾ അതങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഞാൻ ചിക്കനിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ ബീഫിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്, കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇടുന്നുണ്ട്. അതൊക്കെ ഉരുളക്കിഴങ്ങ് ഇട്ടതും കുരുമുളകിൻ്റെ പൊടി ഇട്ടതൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. ലാസ്റ്റ് മല്ലിയില ഇട്ട് കുരുമുളകിൻ്റെ പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഞാനവിടെ ഫ്ലെയിം ഓഫാക്കി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അരി വെള്ളം വാരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. അരിയിൽ ഒരു പൊട്ട് പോലും വെള്ളം ഉണ്ടാകരുത്. കുക്കറിൽ വെക്കുമ്പോഴാണെങ്കിലും ചട്ടിയിൽ വെക്കുമ്പോഴാണെങ്കിലും വെള്ളം അരിയിലുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച വെള്ളത്തിൻ്റെ കണക്ക് തെറ്റും. അപ്പോൾ ചോറ് കുഴഞ്ഞ പോലെ ആവും. ഒരുപാട് കൂട്ടുകാരാണ് ചോറ് കുഴഞ്ഞ പോലെ ആകുന്നത് പറയുന്നത്. അതിനുള്ള മറുപടിയാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് ലാസ്റ്റ് മേൽഭാഗത്ത് ഇട്ട് കൊടുത്താലും മതി. ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുക്കറിൻ്റെ ഇതിൽ കൂടെ ഇങ്ങനെ വിസിൽ വരുന്ന ഭാഗത്ത് നല്ലൊരു സൗണ്ട് ഉണ്ടാകും. ആ സൗണ്ട് വരുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ. ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം സമയം നോക്കുക. ഒരു 5 മിനിറ്റ് വെക്കുക. വാച്ച് കയ്യിൽ വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നോക്കിയാൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിൻ്റെ എയറൊക്കെ കളയുക. എല്ലാ എയറും പോയി എന്ന് തോന്നിയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക. അപ്പോൾ മാഷാ അല്ലാ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 ടേബിൾ സ്പൂണ് ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഉള്ള പിന്നെ 2 ടേബിൾ സ്പൂൺ ഞാൻ നെയ്യും ചോറിൻ്റെ മീതെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ മീതെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. ചോറിന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നെയ്ച്ചോറല്ലേ, വെറും നെയ്യ് കൊണ്ട് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഓയിൽ ഒഴിക്കാണ്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ചോറ് മാത്രം കഴിക്കാൻ കുറച്ച് സാലഡും കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ, ഒരിക്കലും ഫ്ലോപ്പായില്ല. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു വരും. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.